Now we discuss the frequency time uncertainty relationship. So here we discuss a different approach to the uncertainty for classical waves by imagining the measurement of period. അപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ വേവ് ലെങ്ത് ആണ് വേവിൻ്റെ മെഷർ ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് പീരീഡ് ആണ്. സോ റാദർ ദാൻ ദി വേവ് ലെങ്ത് വി മെഷർ ദി പീരീഡ് ഓഫ് ദി വേവ് that forms the wave packet. So suppose we have a timing device that we use to measure the duration of the wave packet. ഇവിടെ നമ്മൾ ലെങ്ത് അല്ല ടൈം ആണ് മെഷർ ചെയ്യുന്നത്. സോ വി ഹാവ് എ ടൈമിംഗ് ഡിവൈസ് ഫോർ ദി മെഷർമെന്റ് ഓഫ് ദി ടൈം പീരീഡ് ഓഫ് ദി വേവ് പാക്കറ്റ്. സോ ഹിയർ വി ആർ പ്ലോട്ടിംഗ് ദി വേവ് ഡിസ്റ്റർബൻസ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം റാദർ ദാൻ ലൊക്കേഷൻ. അപ്പം നമ്മൾ ഇനീഷ്യൽ ടൈമും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമും എൻഡ് ചെയ്യുന്ന ടൈമും ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. നൗ ഹിയർ ദി സൈസ് ഓഫ് ദി വേവ് പാക്കറ്റ് ഇസ് nothing but the duration time, so which is approximately 1 period t of the wave packet. So the time interval of starting and ending of the wave packet is approximately equal to the time period. നമ്മൾ നേരത്തെ ഇവിടെ ഡെൽറ്റ എക്സ് ലാംഡ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഡെൽറ്റ ടി ക്യാപിറ്റൽ ടിക്ക് ഇക്വലൻ്റ് ആണ്. So but whatever the measuring device we use, we have some difficulty in locating the start and end of one cycle. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈം പീരീഡ് നമുക്ക് എക്സാക്ട്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. സോ ദർ ഇസ് എൻ അൺസർട്ടനിറ്റി. ഡെൽറ്റ ക്യാപിറ്റൽ ടി, ടി is the time, capital T is the time period and delta capital T is the uncertainty in the time period. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ എൻഡും സ്റ്റാർട്ടും മെഷർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ടൈം പീരീഡ് എക്സാക്ട്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ ടി ബൈ ടി എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് എപ്സലോൺ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ ഡെൽറ്റ ടി ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എപ്സലോൺ ടി. അങ്ങനെ ചെറിയൊരു അൺസർട്ടനിറ്റി ഉണ്ടാവുള്ളൂ. ഈ സ്റ്റാർട്ടും എൻഡും ഇത് ഇവിടെ ആയിരിക്കാം സ്റ്റാർട്ട്, ഇവിടെ അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ഡെൽറ്റ ടി വരുന്നുണ്ട്. ഡെൽറ്റ ടി ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു, സോ ദാറ്റ് ഇസ് ക്യാപിറ്റൽ ഡെൽറ്റ ടി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എപ്സലോൺ ഡെൽറ്റ ടി വേർ എപ്സലോൺ ഇസ് വെരി സ്മോൾ. അപ്പോൾ ഈ രണ്ട് റിലേഷൻസ് എടുക്കുക. ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്മോൾ ടി ഡെൽറ്റ ടി ഡെൽറ്റ ക്യാപിറ്റൽ ടി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എപ്സലോൺ ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ റിലേഷൻഷിപ്പ് പോലെയാണ്. അവിടെ നമുക്ക് ഡെൽറ്റ എക്സ് ഡെൽറ്റ ലാംഡ ഇസ് എപ്സലോൺ lambda square. So similarly we have delta t, delta capital T is epsilon t square. So this is the uncertainty relationship for classical waves in terms of time interval. Okay, so this shows that for a wave of a given period, the smaller the duration of the wave packet, smaller the duration എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി സ്മോൾ ആവുമ്പോൾ then larger the uncertainty in the measurement of the period. So larger delta t, then smaller will be the uncertainty in the measurement of the period. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് വേവ് ലെങ്ത്തിൻ്റെ കേസിലും കിട്ടിയിരിക്കുന്നത്. So this is sorry, we have to put approximately equal to here. This is not equal, approximately equal. Okay, so this is the relationship for the classical wave in time. So the relationship, uncertainty relationship for the classical wave in space. So both are similar. So this is the relationship in space and this is the relationship in time. So നമുക്ക് ഈ എക്സ്പ്രഷന് ഫ്രീക്വൻസിയുടെ ടേമിൽ എഴുതാം. ഇപ്പോൾ ഫ്രീക്വൻസിയുടെ ടേമിൽ എഴുതുന്നതാണ് കുറച്ചും കൂടെ യൂസ്ഫുൾ. സോ നമുക്കറിയാം ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t. നമുക്ക് ഡെൽറ്റ എഫും ഡെൽറ്റ ടിയും തമ്മിലുള്ള റിലേഷൻ എഴുതണം. നമുക്കൊരിക്കലും ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു 1/Δt എന്ന് എഴുതാൻ പറ്റില്ല. ദിസ് ഇസ് റോങ്. ബിക്കോസ് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എഫ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൽറ്റ ടി ഡിക്രീസ് ചെയ്യുന്നു. സോ സ്മോൾ അൺസർട്ടനിറ്റി ഇൻ പീരീഡ് will cause a large uncertainty in frequency.
അതുപോലെ ലാർജ് അൺസർട്ടനിറ്റി ഇൻ പീരീഡ് ഡെൽറ്റ ടി ഷുഡ് കോസ് എ സ്മോൾ അൺസർട്ടനിറ്റി ഇൻ ഡെൽറ്റ എഫ്. ഇത് ഒരിക്കലും ട്രൂ അല്ല. കാരണം നമുക്ക് ഫ്രീക്വൻസി കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ടൈം പീരീഡും കറക്റ്റായിട്ട് മെഷർ ചെയ്യണം. ജസ്റ്റ് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഫ്രീക്വൻസിയിൽ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ അതുപോലെ ടൈം പീരീഡിലും അൺസർട്ടനിറ്റി കൂടുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഡെൽറ്റ എഫ് ഈക്വൽ ടു 1/Δt എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. എഫ് ഈക്വൽ ടു 1/t എഴുതാമെങ്കിലും ഡെൽറ്റ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു ഡിഫറൻഷ്യൽ ഓപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മൾക്ക് ഫ്രീക്വൻസി ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ ബെറ്റർ വി നോ ദി ഫ്രീക്വൻസി വി ഷുഡ് നോ ദി time period better. Okay, or we can say that the better we know the period, the better we know the frequency. അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ കിട്ടണമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, നേരിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല കേട്ടോ. ഡെൽറ്റ എഫ് ഈക്വൽ ടു 1/Δt എന്ന് എഴുതാൻ പറ്റില്ല. ഇറ്റ് ഇസ് റോങ്. അപ്പോൾ ഏതൊരു ഫംഗ്ഷനും നമ്മൾ ഡെൽറ്റ എടുക്കുമ്പോൾ ഡെറിവേറ്റീവ് വെച്ചിട്ട് ചെയ്യണം. ഇത് ട്രൂ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. എഫ് ഇസ് 1/t. സോ നമ്മൾ ഡി എഫ് എടുക്കാം. ഡി എഫ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു -1/t². ഓക്കെ, ഡി എഫ് ഈക്വൽ ടു -1/t² ഇൻറ്റു ഡി ടി. സോ നൗ ഈ ഇൻഫിനിറ്റ്സിമൽ ഡിഫറൻഷ്യലിനെ നമുക്ക് ഫൈനൈറ്റ് ഇൻ്റർവെൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ അൺസർട്ടനിറ്റി ആയിട്ട് എഴുതാം ഡെൽറ്റ എഫ്. അപ്പോൾ അവിടെ നമ്മൾ ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് അൺസർട്ടനിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ, അതിൻ്റെ സൈൻ എടുക്കുന്നില്ല. അതായത് ഫ്രീക്വൻസി ഡെൽറ്റ എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി കൂടുമ്പോൾ ടൈം പീരീഡ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ചെറിയൊന്ന് നമ്മൾ ഫ്രീക്വൻസി ഇത്തിരി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ടൈം പീരീഡ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ. പക്ഷെ നമ്മൾ അൺസർട്ടനിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നോക്കുന്നുള്ളൂ, അതിൻ്റെ സൈൻ നോക്കുന്നില്ല. അപ്പോൾ ഈ ഡി എഫിനെ നമ്മൾ ഡെൽറ്റയുടെ ടേമിൽ എഴുതാം. ഈ ഇൻഫിനിറ്റ്സിമൽ ഡിഫറൻഷ്യൽസിന് ഫൈനൈറ്റ് ഇൻ്റർവെൽസ് ആയിട്ട് എഴുതാം. -1/t² ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ നമുക്കൊരു ഡിറക്റ്റ് റിലേഷൻ കിട്ടി. ഡെൽറ്റ എഫ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൽറ്റ ടി കിട്ടും. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ. അപ്പോൾ ഏത് രണ്ട് ക്വാണ്ടിറ്റീസും എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഡെൽറ്റ നമുക്ക് ഇങ്ങനെ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ ഡെൽറ്റ നേരിട്ട് അങ്ങ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ടേക്ക് ദി ഡെറിവേറ്റീവ്. എന്നിട്ട് ആ ഡെറിവേറ്റീവ് ഇൻഫിനിറ്റ്സിമൽ ഡിഫറൻഷ്യൽസിന് ഡെൽറ്റയുടെ ടേമിൽ എഴുതണം. ഓക്കെ, സോ ഡെൽറ്റ എഫ് is directly proportional to delta t or delta t directly proportional to delta f. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഡെൽറ്റ എഫിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇതിനകത്ത് എഴുതേണ്ടത്. അപ്പം നമുക്ക് ഓൾറെഡി കിട്ടിയ ടൈം ഇൻ്റർവെൽ പീരിയഡ്, അതായത് വേവിൻ്റെ ഇൻ്റർവെൽ പീരിയഡ് റിലേഷൻഷിപ്പ്, ഡെൽറ്റ ടി ഡ്യൂറേഷൻ ഓഫ് ദി വേവ് പീരിയഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ ടി capital delta t approximately equal to epsilon t². ഇനി ഈ ഡെൽറ്റ ടിയെ നമുക്ക് മാറ്റി എഴുതണം ഫ്രീക്വൻസിയുടെ ടേമിൽ. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു t² ഇൻറ്റു ഡെൽറ്റ എഫ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഡെൽറ്റ ടി, സോ നമ്മളിങ്ങനെ എഴുതുന്നു ഡെൽറ്റ ടി ഇൻറ്റു ഇതിന് പകരം t² ഡെൽറ്റ എഫ് മാഗ്നിറ്റ്യൂഡ് വൈസ് എപ്സിലോൺ t². ഇപ്പോൾ രണ്ട് സൈഡിലും t² ഉണ്ട്, ക്യാൻസൽ ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ എഫ് is equal to approximately equal to epsilon. So this is the frequency time uncertainty relationship. So this shows that longer the duration of the wave packet, more precisely we can measure the frequency. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു വേവ് പാക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ കേസിൽ നമുക്കറിയാം ഇതിൻ്റെ ഡ്യൂറേഷൻ ഡെൽറ്റ ടി കൂടുമ്പോൾ ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ ഡെൽറ്റ എഫ് കുറയുന്നു. സോ നമുക്ക് ഏകദേശം പ്രിസൈസായിട്ട് മോർ പ്രിസൈസായിട്ട് ഫ്രീക്വൻസി മെഷർ ചെയ്യാം. ഇനി സ്മോളർ വേവ് പാക്കറ്റ് ആണെങ്കിൽ ഡെൽറ്റ ടി ഡിക്രീസ് ചെയ്യുന്നു, ഡെൽറ്റ എഫ് ഇൻക്രീസ് ചെയ്യുന്നു. സോ സ്മോളർ ദി ഡ്യൂറേഷൻ ഓഫ് ദി വേവ് പാക്കറ്റ്,
we can measure the frequency less precisely. So they are inversely related. Their product is approximately equal to epsilon. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേവ് ലെങ്തിനും ഇതുപോലുള്ള റിലേഷൻ ആണ്. ഡെൽറ്റ എക്സ് ഡെൽറ്റ ലാംഡ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എപ്സിലോൺ ലാംഡ സ്ക്വയർ ആണ്. അപ്പോൾ വേവ് ലെങ്ത് ഡ്യൂറേഷൻ ഓഫ് ദി വേവ് പൊസിഷനിൽ വേവിന്റെ ഡ്യൂറേഷൻ ലൊക്കേഷൻ ഡെൽറ്റ എക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ലാംഡ ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ തിരിച്ച് ഇത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഡെൽറ്റ ടി ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ എഫ് ഡിക്രീസസ്, ഡ്യൂറേഷൻ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ എഫ് അൺസർട്ടനിറ്റി ഇൻ മെഷറിംഗ് ദി ഫ്രീക്വൻസി ഡിക്രീസസ്. അപ്പോൾ അത്രയും പ്രിസൈസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രിസൈസ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റീസ് എല്ലാം കുറവായിരിക്കണം. അതായത് ഫ്രീക്വൻസി നമുക്ക് ഏകദേശം പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യുന്നത് ഡെൽറ്റ എഫ് ഷുഡ് ബി സ്മോൾ. അപ്പോൾ ഡെൽറ്റ എഫ് സ്മോൾ ആവണമെങ്കിൽ ഡ്യൂറേഷൻ വലുതായിരിക്കണം. ഓക്കെ, അതുപോലെ വേവ് ലെങ്ത്തിന്റെ മെഷർമെന്റ് ഇത് പ്രിസൈസ് ആണെങ്കിൽ ഡെൽറ്റ ലാംഡ സ്മോൾ ആയിരിക്കണം. ദെൻ ഡെൽറ്റ എക്സ് ഷുഡ് ബി ഹയർ. സോ നൗ വി ക്യാൻ ഡു വൺ പ്രോബ്ലം. An electronic salesman offers to sell you a frequency measuring device. When hooked up to a sinusoidal signal, it automatically displays the frequency of the signal. And to account of the frequency variations, the frequency is remeasured once each second and the display is updated. The salesman claims the device to have be accurate to a frequency 0.01 Hertz. Is this claim valid? ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലും എപ്സിലോണിന്റെ വാല്യൂ 0.1 ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ കേസസിലെല്ലാം എപ്സിലോൺ 0.1 ആണ് എടുക്കുന്നത്. ഈ പ്രോബ്ലത്തിലും എപ്സിലോൺ 0.1 ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ഇൻറ്റു ഡെൽറ്റ ടി എപ്സിലോൺ ഓർഡറിലാണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ ടി ഇത് ഓരോ 1 സെക്കൻഡിലുമാണ് മെഷർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ സ്മോൾ ടി എന്ന് പറയുന്നത് നമ്മൾ 1 സെക്കൻഡ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൽ മിനിമം അൺസർട്ടനിറ്റി കണ്ടുപിടിക്കാം. ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അപ്പോൾ മിനിമം വാല്യൂ ഈക്വൽ ആയിട്ട് കൊടുക്കുക. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ആക്ച്വലി. അപ്പോൾ മിനിമം വാല്യൂ കിട്ടണമെങ്കിൽ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ ഡെൽറ്റ ടി 0.1/1, അതായത് 0.1 ഹെർട്സ് ആണ്. സോ ദ salesman's claim is not valid. Salesman claims that it is having a frequency of 0.01 hertz. അപ്പോൾ അത്രയും അക്യുറസി അതിനില്ല, 0.1 ഹെർട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊരു ക്ലാസിക്കൽ വേവിൻ്റെയും അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ലാംഡ is equal to epsilon lambda square, approximately equal to epsilon lambda square, and delta t into delta capital T approximately equal to epsilon t square, അല്ലെങ്കിൽ ഡെൽറ്റ എഫ് ഇൻറ്റു ഡെൽറ്റ ടി എപ്സിലോൺ ഓർഡറിലായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസിയിലുള്ള അൺസർട്ടനിറ്റി കാണാൻ അറിയാമെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ കാണാൻ പറ്റും, അങ്ങനെ തിരിച്ചും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മിനിമം വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, മിനിമം അൺസർട്ടനിറ്റീസ് ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.